പ്രൈസ് ലോർഡ് ദൈവമക്കളെ. ഞായറാഴ്ചയാണ്, സാബത്താണ്, ഈശോയോടൊക്കെ കൂടിയിരിക്കേണ്ട ദിവസമാണ്, പ്രാർത്ഥനയിലായിരിക്കേണ്ട ദിവസമാണ്. അടുത്ത ഞായറാഴ്ചയാണ് 17-ാം തീയതി നമ്മുടെ വൺഡേ ധ്യാനത്തിലേക്ക് വരിക, പ്രാർത്ഥിക്കുക. ടീമിൻ്റെ വിജയത്തിനും എല്ലാവർക്കും ഒരു സ്നേഹവും നല്ല ആത്മീയ വളർച്ച എല്ലാവർക്കും ഉണ്ടാകുവാനും നിങ്ങളും അനുഗ്രഹമായി മാറുക. ധ്യാനം കൂടി പോയ എല്ലാവരും ടീമിൻ്റെ അംബാസഡേഴ്സ് എന്നാണല്ലോ ഞാൻ പറയാറ്. അപ്പോൾ ഒരു ടീമിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹിച്ച് നിങ്ങളെ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ഹല്ലേലൂയ. അടുത്ത ഈ വരുന്ന 14-ാം തീയതിക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ ധ്യാനത്തിന് പറഞ്ഞു വിടുക. അടുത്ത ഞായറാഴ്ച നിങ്ങളും വരിക, വരുമ്പോൾ ആരെങ്കിലൊക്കെ കൊണ്ടുവരിക കേട്ടോ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഞായറാഴ്ച നമുക്കൊരു പ്രാർത്ഥന വരം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥനയിലൂടെ നമുക്കൊന്ന് പരിശ്രമിക്കാം. പ്രാർത്ഥനയിലൂടെ എൻ്റെ ഈശോയെ, ഞാൻ ആത്മീയമായിട്ട് വളരാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടേ ഈശോയെ? ഈശോയോട് ചോദിക്കുക. ചോദിച്ചിട്ട് ശാന്തമാകണം. നമുക്കത് കേൾക്കാനായിട്ടൊരു സമയം ഉണ്ടാകണം. ആർത്തി വേണം. കർത്താവ് നമ്മളോട് സംസാരിക്കും കേട്ടോ. ചിലപ്പോൾ മനസ്സിന് പ്രേരണയായിരിക്കാം. ചിലപ്പോൾ ചെവിട് ഈശോയുടെ തിരുത്തൽ കഴുകി തുറന്നാൽ ദൈവസ്വരം കേൾക്കും. ദൈവം പറയും ഇന്നതുപോലെ ചെയ്യാൻ. മക്കൾ, ഇതൊക്കെ ദൈവാത്മാവിനാൽ നമുക്ക് സാധ്യമാണ്. ദൈവാത്മാവിനാൽ നമ്മൾക്ക് സാധ്യമാണ്. എന്തുകൊണ്ട് സാധിക്കാത്ത എന്താ? ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിലെ വ്യഗ്രതകൾ, അവസ്ഥകൾ, പ്രതിസന്ധികൾ ഇത് വരുമ്പോൾ നമ്മുടെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സങ്ങ് മാറും. കുഞ്ഞുങ്ങളുടെ മനസ്സ് മാറും. അത് ചെയ്തില്ല, ഇതേയില്ല, എല്ലാവർക്കും ഉണ്ടാവും. അത് ചെയ്തില്ല, അത് ചെയ്ത് ശരിയായില്ല. അപ്പം ഭാര്യയോട് ദേഷ്യം പിടിക്കുക, അല്ലെങ്കിൽ ഭർത്താവിനോട് ദേഷ്യം പിടിക്കുക, മക്കളോട് ദേഷ്യം പിടിക്കുക, മക്കളും മാതാപിതാക്കളോട് ദേഷിക്കാൻ പിടിക്കും. മക്കൾ പറയില്ലേ, എന്തിനാ ഈ ജന്മം എനിക്ക് തന്നേ? മാതാപിതാക്കൾ നമ്മൾ പറയും, നിന്നെ കൊണ്ട് തോറ്റു, നീ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തും വീട്ടിലത് അങ്ങനെയില്ല, ഇങ്ങനെയില്ല, അവിടെയില്ല, ഇവിടെയില്ലേ നമ്മൾ പറയും. ഞാൻ പറയാറില്ലേ, കൂടുതലും അപ്പന്മാർ ആരോട് പറയാണ്? ഒന്നും അറിയിക്കാണ്ട് കൊണ്ടു നടക്കും. അതൊക്കെ അറ്റാക്കും കിറ്റാക്കിലേക്കൊക്കെ വരുന്ന വലിയ സംഭവമാണ്. ഭാര്യയാണെങ്കിൽ, നമ്മുടെ ഭാര്യമാരോ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറയും. ചിലപ്പോൾ ദേഷ്യത്തിൽ പറയാൻ, വിഷമത്തിൽ പറയാൻ കുറേ കരയും. അതോടെ അവരൊക്കെ. പക്ഷെ പുരുഷന്മാരായ അപ്പന്മാർക്കാണ് വിഷയം. അതവിടെ കിടന്ന് മക്കൾ, ഞാൻ പ്രതീക്ഷിച്ചത്ര പോലെ മോൻ ശരിയായില്ല, മോള് ശരിയായില്ല അല്ലേ? എല്ലാ അപ്പന്മാരോടും ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ചിലതൊക്കെ, ചില ലോട്ടറി അടിച്ച പോലെ ചിലതൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ അവസ്ഥകൾ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാവരം ഒരു കാര്യം കൂടി പറയട്ടെ കേട്ടോ. പ്രാർത്ഥന, നിങ്ങൾക്ക് ദൈവം പ്രാർത്ഥനാവരം തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകും. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ പ്രതിസന്ധികൾ തന്നെയെന്ന്? നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും കടന്നു പോകുന്നേ. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാഞ്ഞിട്ടോ നിങ്ങളെ ദൈവത്തിന് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നും അല്ല നിങ്ങളുടെ പ്രതിസന്ധികൾ മാറാത്തത്. അനുദിനം പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കുന്നതോറും വന്നുകൊണ്ടിരിക്കണത്. എന്തിനാ? വാട്ട് ഫോർ? എന്തിനു വേണ്ടി? നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. തകർച്ചകളിലൂടെ ദൈവത്തെ അറിയുന്ന എത്രയോ ആയിരങ്ങൾ, ലക്ഷങ്ങൾ, കോടികളുണ്ട്. ഞാനും അങ്ങനെ തന്നെ പോയത്, ദൈവത്തെ അറിയാൻ. എല്ലാം തകർന്നു കഴിഞ്ഞപ്പോൾ, ഇനി രക്ഷയില്ലെന്ന് എൻ്റെ മനസ്സ് സമ്മതിച്ചപ്പോൾ അത്ര വിടുമല്ലോ നമ്മൾ. നമുക്ക് അറിയാവുന്ന പണി 18 22 നമ്മൾ നോക്കും, ലാസ്റ്റ് നോക്കും. ഞാൻ പറഞ്ഞു, കർത്താവ് ഇനി രക്ഷയില്ല, തോറ്റു എന്ന് മനസ്സിൽ നിങ്ങൾ എപ്പോൾ ചിന്തിക്കുന്നോ, ഞാനടക്കം ചിന്തിച്ചു, നിങ്ങളെന്നും ചിന്തിക്കുന്നു, അവിടെയാണ് രക്ഷ. അവിടെയാണ് നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? കർത്താവ്, നീ അനുദപിച്ച് മാപ്പിയോഗിച്ച് തോറ്റ് കർത്താവിനിൽ 100% സമർപ്പണമാകുമ്പോൾ, യെസ് അവിടെ ദൈവത്തിന് നിന്നിൽ ഗോളടിക്കാൻ ഒരു ഫേസ് നീ കൊടുക്കുകയാണ്, ഒരു ഗ്യാപ്പ് കൊടുക്കുകയാണ്. ആം ഐ റൈറ്റ്? ഞാൻ പറഞ്ഞ സത്യമാണോ? അല്ലേ?
അപ്പം നമ്മൾ ഞാൻ എന്നുള്ളത് മാറും, അഹങ്കാരം മാറും. ഇനി ഈശോയെ കൂടെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ല ഈശോ പറഞ്ഞത്. ഈശോ പച്ചമലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്? എന്നെ മക്കളെ, എന്നെ കൂടെ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പം നമ്മുടെ ഞാനെന്ന ഭാവം മാറ്റാം, പ്രാർത്ഥന വരത്തിന് വേണ്ടി ദാഹിക്കാം, പ്രതിസന്ധികളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് ഈശോയിൽ വളരാനായിട്ട് എന്ത് വേണം? എഴുതുന്ന പേനും പേപ്പർ എടുത്തിരുന്ന് എഴുത്, കുറേ നേരം സൂചിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ വേദനകൾ സമർപ്പിക്കുക. നിങ്ങളുടെ സമർപ്പണം നിങ്ങൾ മെയിനായിട്ട് 2 കാര്യമാണോ, അതേ ചെറുതും വലുതുമായിട്ട് 5 കാര്യങ്ങളാണോ? നിങ്ങൾ എത്ര നിയോഗങ്ങളാണ് ഈ 41 ദിവസത്തെ നിയോഗത്തിന് സമർപ്പിച്ചിരിക്കുന്നത്? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ, അനുഗ്രഹിക്കണമേ, ഇവരുടെ ആവശ്യം നടക്കണമേ, ഇവർ ആത്മീയമായിട്ട് വളരട്ടെ, ഇവർ പ്രാർത്ഥിക്കട്ടെ. ഈ 14-ാം തീയതി വ്യാഴാഴ്ച ധ്യാനത്തിലേക്ക് തെക്കെന്ന് വടക്കെന്ന് പടിഞ്ഞാറ് കിടന്ന അനേക മക്കൾ വരാൻ വേണ്ടി ഇവർ പ്രാർത്ഥിക്കട്ടെ. 17-ാം തീയതി അനേക മക്കളെ ഇവർ കൊണ്ടുവരട്ടെ, ഇവരും ധ്യാനത്തിന് വരട്ടെ. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവട്ടെ, മക്കളെ ധ്യാനത്തിലേക്ക് പറഞ്ഞു വിടട്ടെ. ഈശോയെ നന്ദി 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 നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്മേലുമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ തമ്പുരാന്റെ മേൽ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും വേണ്ട സമയത്ത് തമ്പുരാന്റെ പേഴ്സൽമേ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോട് പ്രാർത്ഥനയിലായിരിക്കാട്ടോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞാനും നിങ്ങൾക്ക് എന്നും പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിൻ സ്തുതി. പ്രൈസ് ദി ലോർഡ്.